ഇനി ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തകളിലേക്കാണ്. അയലത്തെ കലാപം. ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരായ അതിക്രമത്തിൽ മുഹമ്മദ് യൂനുസ് സർക്കാരിനെതിരെ ആഞ്ഞടിച്ച RSS. ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ ഭാരതം മറ്റു വഴികൾ തേടണമെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ. ബംഗ്ലാദേശിലെ അക്രമങ്ങൾ മുഗൾ ഭരണത്തെ ഓർമ്മിപ്പിക്കുന്നത്. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാര ജേതാവ് ഭരിക്കുന്ന രാജ്യത്താണ് അതിക്രമങ്ങൾ. പാകിസ്ഥാനിലും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നതായി സുനിൽ ആംബേദ്കർ ചൂണ്ടിക്കാട്ടി. बांग्लादेश में पिछले कुछ दिनों से हिंदू समाज, अल्पसंख्यक, बौद्ध, सिख, जैन सभी लोगों पर भयंकर ऐसे अत्याचार हो रहे हैं। जब वो अत्याचार के चित्र आ रहे थे तो समझ में नहीं आ रहा था कि ये चित्र नए हैं या पुराने किसी दो मुगल काल के शासन के हैं। प्रारंभ में सभी लोगों को बहुत दुख हो रहा था कि हमारे पड़ोस में ही बांग्लादेश में राजनीतिक उठापटक के बीच में धीरे धीरे उनके अपने राजनीतिक शासन के खिलाफ जो आक्रोश था वो हिंदू समाज के खिलाफ आक्रोश दिखने लगा। कितने सारे मंदिर लूटे गए, जलाए गए, कितने सारे महिलाओं पर अत्याचार हुए और एक डर का माहौल पूरे अल्पसंख्यक हिंदू समाज और अल्पसंख्यक समाज में उत्पन्न किया गया है। लेकिन हम लोग दुखी सब लोग हैं कि ये क्या हो रहा है, ये क्यों हो रहा है। लेकिन आवश्यकता यह है कि केवल दुख से नहीं चलेगा। सारे हिंदू समाज को, भारत के सभी लोगों को गुस्सा आना चाहिए, इस बात पर गुस्सा आना चाहिए। और वो गुस्सा तब आता है, दुख तब होता है जब हम उनको अपना मानते हैं। मैं यहां से कहना चाहता हूं, भारत का जो हिंदू समाज है वो केवल भारत के हिंदुओं को नहीं, बांग्लादेश के, पाकिस्तान के, अफगानिस्तान के जहां भी हिंदू रहते हैं उनको अपना मानता है, अपने हिंदू मानता है। और जब हम उनको अपना मानते हैं तो अपनों के लिए दुख तो किया जाता है, लेकिन दुख से आगे बढ़कर जब अत्याचार बढ़ते हैं तो गुस्सा भी आना जरूरी है। വാർത്തയുടെ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, യൂനുസ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം, ഒപ്പം അതിശക്തമായ മുന്നറിയിപ്പുമാണ് RSS നൽകിയിരിക്കുന്നത്. അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കർ ഇക്കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നാഗ്പൂരിൽ നടന്ന പരിപാടിയിൽ തുറന്നുകാട്ടിയത്? നിലവായി ബംഗ്ലാദേശ് കലാപം ഉണ്ടായപ്പോൾ തന്നെ RSS നിലപാട് വ്യക്തമാക്കിയതാണ്. RSSന്റെ സർക്കാർ ദത്താത്രേയ ഹസപുൾ അദ്ദേഹം വാർത്താക്കുറിപ്പിൽ നിലപാടുകൾ വ്യക്തമാക്കിയാണ്. സംഭവത്തെ അപലപിക്കുക മാത്രമല്ല കേന്ദ്ര സർക്കാരിനോട് ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് RSS വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ വീണ്ടും ഈ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതായത് ചർച്ചകൾ ഫലം കണ്ടില്ലെങ്കിൽ മറ്റ് പോംവഴികൾ തേടണമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിനോട് RSS ആവശ്യപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിൽ അവിടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്യുന്നു. ഇതര മതസ്ഥരുടെ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കുന്നു. ഹിന്ദു സ്ത്രീകൾ ബലാത്സംഗത്തിന് ഇരയാക്കപ്പെടുന്നു. ഇങ്ങനെ വളരെ ക്രൂരമായ സംഭവങ്ങളാണ് ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഈ സംഭവങ്ങൾക്ക് അതിനെ അപലപിച്ചാൽ മാത്രം പോരാ, മുഴുവൻ ഹിന്ദുവും ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ളതാണ് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ ആഹ്വാനം ചെയ്തത്. മാത്രമല്ല സമാധാനത്തിന് നൊബൽ സമ്മാനം ലഭിച്ച മുഹമ്മദ് യൂനുസ് നേതൃത്വം കൊടുക്കുന്ന സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം ബംഗ്ലാദേശിൽ നടക്കുന്നത്. ഇത് അപലപനീയമാണ്. യൂനിസിൻ്റെ മൗനം വെടിയേണ്ട സാഹചര്യമാണ് യൂനിസിനുള്ളത് എന്നുള്ളതാണ് സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവിടെ പൂർണ്ണമായും ഹിന്ദു സമൂഹത്തെ തുടച്ചു നീക്കുവാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്തരം കലാപങ്ങൾ എന്നുള്ളതാണ് സുനിൽ അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്.
കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറിയുമായി നടത്തിയ ആ ചർച്ചകളിൽ പ്രതീക്ഷയുണ്ട്. മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ ഭാരതം മുൻകൈയെടുക്കണമെന്നും RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് വ്യക്തമാക്കുന്നു. ഈ ബംഗ്ലാദേശിൽ മാത്രമല്ല പാകിസ്ഥാനിലും സമാനമായ രീതിയിൽ പൂർണ്ണമായും ഹിന്ദു സമൂഹത്തെ തുടച്ചു നീക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് അവിടെയും നടക്കുന്നത്. ഇത്തരം ഈ ബംഗ്ലാദേശിലടക്കം നടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന് നേരെ നടക്കുന്ന അക്രമത്തെ അപലപിച്ചാൽ മാത്രം പോരാ എന്നുള്ളതാണ് RSS വ്യക്തമാക്കുന്നത്. പകരം മുഴുവൻ ഹിന്ദു സമൂഹവും ഇതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കണമെന്നുള്ള ആഹ്വാനമാണ് RSS നൽകുന്നത്. നേരത്തെ സർക്കാരിവാഹും അതേപോലെ തന്നെ സർസംഘചാലകും അടക്കമുള്ള പ്രമുഖർ RSSന്റെ പ്രമുഖ നേതാക്കളൊക്കെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കിയതാണ്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ നാഗ്പൂരിൽ നടന്ന ഒരു ചടങ്ങിൽ RSSന്റെ മുതിർന്ന അധികാരി കൂടിയായ സുനിൽ അംബേദ്കർ RSSന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആഗോളതലത്തിലുള്ള ശ്രദ്ധ ഈ ഒരു വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കണം. മാത്രമല്ല ചർച്ചകൾ പരാജയപ്പെട്ടാൽ മറ്റ് പോംവഴികൾ തേടണമെന്നുള്ളതാണ് പ്രധാനമായും RSS ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. നീലിമ. നന്ദൻ, ഈ പ്രശ്നത്തിൽ വളരെ ജാഗ്രതയോടെയുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തി വരുന്നത്. അതിന്റെ ഭാഗമായാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ദിവസം അവിടെ പോയി അവിടുത്തെ വിദേശകാര്യ സെക്രട്ടറിയുമായും അതുപോലെ മുഹമ്മദ് യൂനുസുമായും കൂടിക്കാഴ്ചയൊക്കെ നടത്തിയത്. വളരെ കൃത്യമായി ഭാരതം ആ നിലപാട് ഈ ഹൈന്ദവ കൂട്ടക്കൊലയ്ക്കെതിരെ അതിശക്തമായ അമർഷം രേഖപ്പെടുത്തിക്കൊണ്ടാണ് വിദേശകാര്യ സെക്രട്ടറി സംസാരിച്ചത്. ഇതിൽ തീരുമാനമായില്ലെങ്കിൽ വളരെ കൃത്യമായി RSS മുന്നോട്ട് വയ്ക്കുന്നു, ഹാർഡർ സ്റ്റെപ്സ് ഭാരതം കൈക്കൊള്ളണം എന്ന്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മറ്റ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൂടി ഈ വിഷയം കൊണ്ടുവരണമെന്ന് വളരെ കൃത്യമായി RSS ആവശ്യപ്പെടുകയാണ്. നീലിമ, സ്വാഭാവികമായും അയൽ രാജ്യമെന്ന നിലയിൽ തന്നെ ബംഗ്ലാദേശിനോട് അത്തരമൊരു ബന്ധം തുടർന്നു പോകാൻ തന്നെയാണ് ഭാരതം ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദേശകാര്യ സെക്രട്ടറി ധാക്കയിൽ നടത്തിയ ചർച്ചയിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നു. ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയുമായി വിക്രം മിശ്രി ഭാരതത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തി. മുഹമ്മദ് യൂനുസുമായി, താൽക്കാലിക സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടത്തി. അവിടെയൊക്കെയും ഭാരതം ആവർത്തിച്ച നിലപാട് ബംഗ്ലാദേശിൽ ഹൈന്ദവ സമൂഹത്തിനെതിരെ നടക്കുന്ന അക്രമങ്ങൾ അത് തടയാൻ ആകണമെന്നുള്ളതാണ്. മാത്രമല്ല സംഭവത്തെ ശക്തമായി തന്നെ ഭാരതം അപലപിച്ചു. ഇതിൽ ഭാരതം അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഇത് തടയുവാൻ വേണ്ടിയുള്ള നടപടികൾ ബംഗ്ലാദേശ് സർക്കാർ കൈക്കൊള്ളണമെന്നുള്ള ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. മാത്രമല്ല അവിടെ ഒരു സന്യാസി ശ്രേഷ്ഠനെ അകാരണമായി ജയിലിൽ അടയ്ക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി പരിഹാരം വേണമെന്നുള്ളതാണ് ഇന്നലെ സെക്രട്ടറി തല ചർച്ചയിൽ കൃത്യമായി വ്യക്തമാക്കിയത്. അതിനു മുമ്പേ തന്നെ ഭാരതത്തിൻ്റെ വിദേശകാര്യ മന്ത്രാലയം ബംഗ്ലാദേശ് സർക്കാരുമായി നിരന്തരമായി ഈ വിഷയങ്ങളിൽ ഈ ചർച്ചകൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ RSS വ്യക്തമാക്കിയിരിക്കുന്നത് ചർച്ചകളിലൂടെ ഈ വിഷയത്തിൽ പരിഹാരം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റ് ശക്തമായ നടപടികളിലേക്ക് ഭാരതം കടക്കണമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആഗോളതലത്തിലുള്ള മറ്റ് രാജ്യങ്ങളുടെ ശ്രദ്ധ, UN അടക്കമുള്ള സമിതികളുടെ ശ്രദ്ധ ഈ വിഷയത്തിലേക്ക് കേന്ദ്രീകരിക്കണമെന്നുള്ളത് തന്നെയാണ് RSS ഉദ്ദേശിക്കുന്നത്. അതായത് ആഗോളതലത്തിൽ ഈ വിഷയം ചർച്ചയാക്കണം. ബംഗ്ലാദേശിലേക്ക് മറ്റ് ലോകരാജ്യങ്ങളുടെ ശ്രദ്ധ എത്തിക്കുവാൻ വേണ്ടി ഭാരതം മുൻകൈയെടുക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ ഇന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നാഗ്പൂരിൽ നടന്ന ഒരു ബംഗ്ലാദേശ് അക്രമത്തിനെതിരെ നടന്ന പ്രതിഷേധ പരിപാടിയിലാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കിയത്. നേരത്തെയും RSS നിലപാട് വ്യക്തമാക്കിയതാണ്. RSS സർക്കാരിവാഹും അതേപോലെ തന്നെ മറ്റ് മുതിർന്ന അധികാരികളൊക്കെ തന്നെ ഈ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയതാണ്. ഒരു തരത്തിലും പിന്നോട്ടില്ല. അവിടുത്തെ ബംഗ്ലാദേശിലെ മുഴുവൻ ഹൈന്ദവ സമൂഹത്തെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കണമെന്നുള്ളതാണ് പ്രധാനമായും RSS കാണുന്നത്. ഏതായാലും RSSന്റെ നിലപാടുകളിൽ ഇനി കേന്ദ്രം എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. നീലിമ, ഇപ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും കാനഡയിലുമൊക്കെ ഈ ബംഗ്ലാദേശിലെ ഹൈന്ദവ കൂട്ടക്കൊലയ്ക്കെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. അവിടെ ഹൈന്ദവ സംഘടനകൾ വലിയ പ്രതിഷേധവുമായി ഇറങ്ങുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ തന്നെ വൈറ്റ് ഹൗസിൽ നിന്നും വലിയൊരു പ്രകടനമാണ് വന്നത്. ട്രംപ് ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ കൂട്ടക്കൊല, ഹിന്ദു കൂട്ടക്കൊല അങ്ങേയറ്റം അപലപിക്കപ്പെടേണ്ട ഒരു സംഭവം തന്നെയാണ്. ബംഗ്ലാദേശ് ഇക്കാര്യത്തിൽ വളരെ കൃത്യമായ നടപടികൾ അക്രമികൾക്കെതിരെ കൈക്കൊള്ളണമെന്ന നിർദ്ദേശവും ട്രംപ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിലപ്പുറത്തേക്ക് വലിയൊരു അന്താരാഷ്ട്ര ഇടപെടൽ, ഐക്യരാഷ്ട്ര സംഘടനയിലടക്കം വലിയൊരു ഇടപെടൽ ആണ് RSS മുന്നോട്ട് വയ്ക്കുന്നത് എന്നല്ലേ സുനിൽ ആംബേദ്കറുടെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായിട്ടും ഇന്ന് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ചൂണ്ടിക്കാണിച്ച മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. അതായത് ഈ ബംഗ്ലാദേശിൽ നടക്കുന്ന കലാപങ്ങളിൽ വിദേശ ശക്തികളുടെ ഇടപെടൽ, അതായത് ചൈനയുടെ പേരെടുത്ത് പറയാതെയാണ് അദ്ദേഹം വിമർശിച്ചത്. വിദേശ ശക്തികളുടെ ഇടപെടൽ ഈ ഒരു കലാപത്തിൽ കൃത്യമായി ഉണ്ട് എന്നുള്ളതാണ്. അത് നേരത്തെയും തെളിയിക്കപ്പെട്ടുള്ളതാണ്. അതായത് അവിടെ ഉപയോഗിക്കുന്ന ആയുധങ്ങളടക്കം പലപ്പോഴും ചൈന നിർമ്മിത ആയുധങ്ങളാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ചൈനയുടെ കൃത്യമായ പിൻബലം ഇതിന് ഈ ഇത്തരം കലാപങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അത് പേരെടുത്ത് പറയാതെയാണ് RSSന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. ഇത്തരം മറ്റൊരു വിദേശ ശക്തി കൂടി ഇടപെട്ടുകൊണ്ട് നടത്തുന്ന ഒരു വംശീയ ഹത്യക്കെതിരെ കൃത്യമായി ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നുള്ളതാണ്. അതായത് ഈ സംഭവത്തെ അപലപിക്കുക മാത്രമല്ല, മറ്റ് വിദേശ രാജ്യങ്ങളുടെ വിദേശ ശക്തികളുടെ ഇടപെടൽ ഈ ഒരു വിഷയത്തിൽ ആവശ്യമാണ്. അതിന് ഭാരതം മുൻകൈ എടുക്കണമെന്നുള്ളതാണ് പ്രധാനമായും ഇന്നിപ്പോൾ RSS ഉയർത്തിക്കാട്ടിയ ആവശ്യം. ഇത്തരം സംഭവങ്ങളിൽ ഇപ്പോൾ ട്രംപ് അടക്കമുള്ളവർ അപലപിച്ചു. മാത്രമല്ല UK അവിടെ പാർലമെൻറ്റിലടക്കം വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. ലോകരാജ്യങ്ങളിൽ ഭാരതീയരുള്ള മറ്റ് ലോകരാഷ്ട്രങ്ങളെല്ലാം ബംഗ്ലാദേശിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. നമുക്കറിയാം ഭാരതത്തിൽ തന്നെ വിവിധ ഭാഗങ്ങളിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ബംഗ്ലാദേശിനെതിരെ ഉയരുന്ന നന്ദൻ, ഈ വാർത്തയുടെ വിശകലനങ്ങളുമായി ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള അല്പസമയത്തിനകം ചേരും. അതിനു മുൻപ് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ ആംബേദ്കറുടെ വാക്കുകൾ കേട്ട ശേഷം മടങ്ങിയെത്താം. दुनिया में शांति फैलाने के लिए जिनको ये पुरस्कार दिया जाता है ऐसे वो है, लेकिन आज ही हमारे भारत में जो नोबेल पुरस्कार जिनको शांति का दिया गया, कैलाश सत्यार्थी जी, उन्होंने भी एक वक्तव्य दिया है और उन्होंने अपने शांति पुरस्कार वाले यूनुस भाई को बताया कि भाई शांति पुरस्कार तुमने भी लिया, मैंने भी लिया, लेकिन तुम क्या कर रहे हो? मुझे लगता है आज दुनिया भर से ऐसी आवाजें आने लगी हैं. हम जितने जितने आवाजें उठाएंगे दुनिया भर के लोगों को ये बात समझ में आएगी. क्योंकि आपको एक बात मैं बताना चाहता हूं, जिस दिन यूनुस जी ने शपथ ली उस दिन दुनिया भर के 92 नोबेल पुरस्कार वालों ने उनको तुरंत बधाई दी, जैसे कि वो प्रतीक्षा कर रहे थे कि अराजक होगा, हिंदुओं पर अत्याचार होगा और उसके बाद हमारे यूनुस भाई आएंगे, और वो तैयारी बैठे थे, तुरंत आया. और बड़े बड़े विश्व के नेता ऐसे 197 इतने नेताओं ने उनको तुरंत सपोर्ट किया है, उनको बधाई दी है. मैं उन लोगों को भी बताना चाहता हूं, इतनी जल्दी मत करो बधाई देने में, क्योंकि जो हिंदुओं के साथ अत्याचार करेगा, जो हिंदुओं के साथ अन्याय करेगा, उसका वो इसको हम सहन नहीं कर सकते, इसको सहन नहीं किया जा सकता. और इसीलिए ये आक्रोश, ये गुस्सा दिखाना जरूरी है. ये एक दिन दिखाने से नहीं होगा, ये धारा चलनी चाहिए, परिणाम होगा, निश्चित होगा. अब इस भारत के आवाज को कोई दबा नहीं सकता, कोई अनसुना नहीं कर सकता, हर एक को सुनना पड़ेगा.